ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട തൃപ്പൂണിത്തറ നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ പുതുയുഗയാത്രയുടെ നായകൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്ര എറണാകുളത്ത് ക്ഷേത്ര നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളെ നയിക്കുന്ന ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ ജന്മ നിയോജകമണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തറ, ശ്രീ വി ഡി സതീശൻ അവറുകൾ. ഈ ജാഥ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ, കാസർഗോട്ട് നിന്ന് കടന്നു വരുന്ന ഈ യാത്രയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള മുദ്രാവാക്യം സർക്കാരിനെ നിശിതമായി വിമർശിക്കുക, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതിനപ്പുറമായി ഈ ജാഥയിലുടനീളം കേരള നിയമനിർമ്മാണ സഭയിൽ കഴിഞ്ഞ 5 വർഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിലനിൽക്കുമ്പോൾ തന്നെ എന്താണ് കേരളത്തിൻ്റെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ നൽകുന്ന ഒരു ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ഓരോ പ്രദേശത്തിലൂടെയും കടന്നു വരുന്നത്. കേരളം നേരിടുന്ന, മലയോര കർഷകർ നേരിടുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധിയും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും, ആരോഗ്യരംഗം ഗുരുതരമായ കെടുകാര്യസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ എല്ലാ വ്യത്യസ്തമാർന്ന മേഖലയെക്കുറിച്ചും, ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം എല്ലാ മേഖലയിലെയും എക്സ്പേർട്സിനെ വെച്ച് കൃത്യമായ കോൺക്ലേവുകൾ നടത്തി അതിന് ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ, കേരളത്തിൻ്റെ വികസന ആശയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കൂടിയാണ് ഈ പുതുയുഗ യാത്ര കടന്നു വരുന്നത്. ആ പുതുയുഗ യാത്ര കടന്നു വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുൻ മന്ത്രി, ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ കെ ബാബുവിൻ്റെ നിയോജകമണ്ഡലത്തിലേക്കാണ്. കഴിഞ്ഞ 35 വർഷക്കാലം നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു ജനപ്രതിനിധിയെ ഷെയ്പ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ജനപ്രതിനിധികൾക്ക് മാതൃകയായ, ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു ശൈലി രാഷ്ട്രീയത്തിൽ പിന്തുടർന്ന വ്യക്തിത്വമാണ് ശ്രീ കെ ബാബു. ആ കെ ബാബുവിൻ്റെ മണ്ണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, തൃപ്പൂണിത്തറയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നത്. അദ്ദേഹം ഇന്നലെ പറവൂരിൽ വികാരനിർഭരമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചു പറയുന്ന അദ്ദേഹത്തിന് വൈകാരികമായി തൃപ്പൂണിത്തുറയോട് വലിയ ബന്ധമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ഈ ജാഥ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷയാണ്. ഈ ജാഥ കേരളത്തിലെ പൊതുസമൂഹം 2 കൈയും നീട്ടി സ്വീകരിച്ച ജാഥയാണ്. ഈ യാത്ര കടന്നു പോകുമ്പോൾ, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 100-ലധികം സീറ്റുകളുമായി കേരള നിയമസഭയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറ അതിൻ്റെ മുൻപിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒരു സംശയമുണ്ടാവില്ല. ഈ പുതുയുഗയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.